ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വേറൊരു സ്ഥലം വരെ പോയാണ്. ഇന്നലെ ആസാമിലായിരുന്നു. ഇന്ന് ഞാൻ അരുണാചലിലോട്ട് കയറി. ആസാം ബോർഡറൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് ഞാൻ കുറച്ച് ഐസൊക്കെ ഉള്ള, അതായത് തവാങ് കാണാൻ പോവുകയാണേ. ഇവിടെ വന്നപ്പോൾ നല്ലൊരു ചെടി, എന്ത് രസമുണ്ട് ഇത്. നല്ല പൂവ്, വെള്ളപ്പൂവ്. ഈ തണുപ്പത്തൊക്കെ വരുന്നതാണെന്ന് തോന്നുന്നു. മലകളൊക്കെ കണ്ടോ നിങ്ങൾ? ഞങ്ങൾ ഈ മല എല്ലാം ചുറ്റിയാണ് വന്നത്. അവിടെ ഒരു അമ്പലം മാതിരി ഉണ്ട്. അതെല്ലാം ചുറ്റിയാണ് വന്നത്. ഈ ചെടി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പം നമുക്കിനി അങ്ങോട്ടൊക്കെ പോകാം കേട്ടോ. ഇവിടുത്തെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനുള്ള ഒരു ബ്രിഡ്ജാണ് ഇതാണ് കേട്ടോ. ഈ പോയിന്റ് അരുണാചൽ പ്രദേശ്. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം. ഓക്കെ, ഞങ്ങളിവിടെ ഞങ്ങളുടെ ഒരു ഗണ്ടിലൊക്കെ കയറി. വിപിന് വന്നു. ഇത് നമ്മുടെ സുനിതയുടെ ഹസ്ബൻഡാണ്, ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടുമാണ്. പുള്ളി ഇവിടെ ഉണ്ട്, ഈ യൂണിറ്റിലുണ്ട്. നല്ല തണുപ്പുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഒരു ഹൈ പറഞ്ഞൊരു അപ്പോൾ ഇത് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുവാ. ഇനിയും കുറച്ച് മേളിലോട്ടൊക്കെ പോവാം. ഞങ്ങൾ ആ വണ്ടിക്കാണ് വന്നത് കേട്ടോ. സിവിൽ വണ്ടി പിടിച്ചാണ് വന്നത്. ചെടി കെട്ടി വെച്ചേക്കുന്നുണ്ടോ? നല്ല രസമുണ്ടല്ലേ. ചൈന ഇന്ത്യ കൂടെ യുദ്ധം നടന്നപ്പോൾ ഇവിടെ യുദ്ധത്തിൽ മരിച്ചവരുടെ സ്മാരകങ്ങളാണ്. നമുക്ക് വേണ്ടി ജീവൻ കളഞ്ഞ ഇന്ത്യൻ പട്ടാളക്കാരുടെ ഓർമ്മയ്ക്ക് വേണ്ടി അവർക്ക് വേണ്ടിയിട്ടുള്ള ഇത് പറയുമ്പോൾ തന്നെ ഒരു സങ്കടം വരുന്നു. കാരണം അവരൊക്കെ അത്രയും യുദ്ധം ചെയ്തിട്ടില്ലേ നമ്മളെപ്പോലുള്ളവർ ഇപ്പോഴും നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ഇവിടെയൊക്കെ കാണാൻ പറ്റി, വലിയ സന്തോഷം. സത്വാറായ് ലെഫ്റ്റനൻറ്റ് നായിക് നരീൻ സിംഗ് പേര്, മരിച്ചവരുടെ എല്ലാം പേര് എഴുതി വെച്ചിട്ടുണ്ട്. തവാങ്ങിലോട്ട് കയറാൻ പോവുകയാണ്. ഇത് സെലാ ടോപ്പാണ്. ഇവിടെ നിന്നാണ് ഇനി അങ്ങോട്ട് തവാങ്ങിലോട്ട് പോകുന്നത്. എൻ്റെ അമ്മോ, നല്ല തണുപ്പ്.
14,000 അടി ഉയരത്തിലാണ് പറയുന്നത്. ഞങ്ങളിപ്പോൾ 14,000 അടി ഉയരത്തിൽ നിൽക്കുകയാണ്. മലയെല്ലാം ഐസ് മൂടിക്കിടക്കുന്ന സ്ഥലമാണ്. ഇപ്പോൾ കുറച്ച് കുറവാണ് കേട്ടോ. പിന്നെ ഇതൊരു നല്ലൊരു തടാകമായിരുന്നു, ഒരു ലേക്ക്. അതിലും ഐസ് വീണ് മൂടിക്കിടക്കുന്നു. ഞാൻ വേണ്ട ഇവിടുത്തെ ഐസ് വാരി കാണിക്കാം. ആ മലകളൊക്കെ ഉണ്ട്. ആ മലകളൊക്കെ ഉണ്ടോ? പാറകൾ മാത്രം. ഇവിടെ ഓക്സിജനും കുറവാണ് കേട്ടോ. നമ്മൾ കൂടുതൽ ഓടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മുക്കിക്കൂടെ ബ്ലഡൊക്കെ വരും. ഇത് രസമുണ്ട് കാണാനല്ലേ. ഇവിടാണ്, ഇവിടെ അല്ലല്ലോ, മറ്റേ ഇതിലും ഹൈറ്റ് ഉള്ളിടമൊക്കെ ഉണ്ട്. നമ്മളെ പട്ടാളക്കാർ നമുക്ക് വേണ്ടി ഇവിടെ കാവൽ കിടക്കുന്ന ചൈനക്കാരോട് 2 ക്യാപ്പൊക്കെ വെച്ചേക്കുന്നത്. അത് നിറച്ച് വെള്ളമാണ് കേട്ടോ. ആ വെള്ളം ഇനി ഐസ് ഉരുകി ആ വെള്ളം മാറുമ്പോൾ നല്ലൊരു തടാകം. ഞങ്ങളിവിടെ ഈ ഐസിനകത്ത് ഇങ്ങനെ കറങ്ങുവാണ് കണ്ടോ. നല്ല തണുപ്പ്, നല്ല കണ്ടോ, നല്ല വെയിലുണ്ട് കേട്ടോ. വെയിലത്ത് നോക്കാൻ പറ്റത്തില്ല. ഞങ്ങളിവിടെ കറങ്ങി കാണിച്ചു തരാം നിങ്ങളെ. കണ്ടോ ഐസ് ഇങ്ങനെ 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 ക്യാമറ പിടിച്ച് കണ്ടോ ഞങ്ങൾ ഐസിനകത്താണ് നിൽക്കുന്നത്. നല്ല രസമുണ്ട് ഈ ഐസൊക്കെ കാണാൻ. ചൈന ബോർഡറിൽ പോവാ ഞങ്ങൾ, തവാങ്. ഇന്ത്യ ചൈന യുദ്ധത്തിൽ 300 ചൈനീസ് പട്ടാളക്കാരെ ഒറ്റയ്ക്ക് ധീരമായി പൊരുതി കാലപുരിക്കയച്ച ധീരയോദ്ധാവായ റൈഫിൾമാൻ ജസ്വന്ത് സിംഗിൻ്റെ ഓർമ്മയ്ക്കായി പണികഴിപ്പിച്ച സ്മാരകത്തിലാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. പുള്ളിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ചൈനക്കാർ ആ മലയിൽ നിന്നുമാണ് ഇങ്ങോട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നമ്മുടെ ഇന്ത്യൻ പട്ടാളം ഇവിടെ നിന്ന് അങ്ങോട്ട് ഷൂട്ട് ചെയ്തു. അപ്പം അതിലെ മെയിൻ ഒരു ആളിൻ്റെ ഇതാണ് കാണിച്ചത് നമ്മളിവിടെ. അദ്ദേഹത്തിൻ്റെ സ്മാരകം പ്രതിമയാണ് അവിടെ ആദ്യം നമ്മൾ കണ്ടതും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അതിൽ പൊരുതിയ കുറച്ച് ജവാന്മാരുടെ ഫോട്ടോസും ഉണ്ട്. അപ്പോൾ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന സാധനങ്ങളും തോക്കും അതും ഇതുമെല്ലാമാണ് അവരിങ്ങനെ ഇവിടെ വെച്ചിരിക്കുന്നത്. നമുക്കിപ്പോൾ ആർക്ക് വന്നാലും ഇവിടെ അത് കാണാം.